പിൻവാങ്ങി. മുമ്പോട്ട് പോയപ്പോഴേക്കും അവർക്ക് പണിയുവാനുള്ള ശേഷിയില്ല. എന്താ സംഭവിച്ചത്? നഗരത്തിലെ മുഴുവൻ റോഡുകളും കുഴിച്ചിട്ടു. അവർ പണിയാതെ മുങ്ങി. അങ്ങനെയല്ലേ കരാറുകാരെ മാറ്റേണ്ടി വന്നത്? അങ്ങനെയല്ലേ കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും തമ്മിൽ സ്റ്റേജിൽ വെച്ച് വാക്പോരായത്? കരാറുകാരെ മാറ്റുന്നതിൽ മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിട്ട് പുറത്തു വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ആര്യ രാജേന്ദ്രനെ ഇവിടെ മേയറാക്കിയപ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത്? ലോകത്ത് ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു, അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ പറയുന്നു, ഒരു പരിചയവുമില്ലാത്ത പക്വതയുമില്ലാത്ത ഒരു കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി പോലും ആകുവാൻ വേണ്ടി ശേഷിയില്ലാത്ത, സംഘടനാ പാഠമില്ലാത്ത, സംഘടനാ ബോധമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത ഒരു വനിതയെ ഇവിടെ മേയറാക്കി വെച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാത്തിലും കമ്മീഷൻ വാങ്ങുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി. ഒരുപക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ തന്നെ താല്പര്യമുള്ളവർക്ക് കൊടുത്തു കാണും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിന്റെ ശാപം